നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടൻ, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ മികച്ച നടി. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. ബിജുവിന്റെ കരവിരുതിൽ ഈർക്കിലി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃക ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. LDF കൊടകര പഞ്ചായത്ത് വികസന സെമിനാർ CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടൻ, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ മികച്ച നടി, മിന്നിച്ച് മഞ്ഞുമൽ ബോയ്സ്. പ്രേമലു ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മികച്ച നവാഗത സംവിധായകനായി. ആസിഫ് അലി, ടൊവിനോ തോമസ് എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. പായൽ കപാഡിയ ട്രാൻസ്ജെൻഡർ അവാർഡും പാരഡൈസ് എന്ന ചിത്രം പ്രത്യേക ജൂറി പരാമർശവും നേടി. ചലച്ചിത്ര ഗ്രന്ഥമായി പെൺപാട്ട് താരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച ലേഖനത്തിനുള്ള പുരസ്കാരം വത്സലൻ വാതുശ്ശേരി കരസ്ഥമാക്കി. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജ് പങ്കെടുത്ത ചടങ്ങിൽ 128 ചിത്രങ്ങളിൽ നിന്നാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിലൂടെ ഷംല ഹംസ മികച്ച നടിയായി. മഞ്ഞുമൽ ബോയ്സ് ഇത്തവണത്തെ അവാർഡുകളിൽ 8 പുരസ്കാരങ്ങൾ നേടി തിളങ്ങി. ഈ ചിത്രത്തിലൂടെ ചിദംബരം മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായി. ഷൈജു ഖാലിദ്, അജയൻ ചാലിശ്ശേരി കലാസംവിധാനം, ശബ്ദരൂപകൽപ്പന, ശബ്ദമിശ്രണം എന്നിവയ്ക്കും മഞ്ഞുമൽ ബോയ്സ് അംഗീകാരം നേടി. സ്വഭാവ നടിയായി ലിജോ മോൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ മികച്ച സ്വഭാവ നടന്മാരായി. വേടൻ മികച്ച ഗാനരചയിതാവും സുഷിൻ ശ്യാം മികച്ച സംഗീത സംവിധായകനും ക്രിസ്റ്റോ സേവ്യർ മികച്ച പശ്ചാത്തല സംഗീതവും കരസ്ഥമാക്കി. കൂടാതെ ഹരിശങ്കർ മികച്ച ഗായകനും സെബ ടോമി മികച്ച ഗായികയുമായി. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളാങ്കല്ലൂർ അമരിപ്പാടം സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ നാസറിന്റെ മകൻ 21 വയസ്സുള്ള റിസാലാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെ ചാവക്കാട് കടപ്പുറം ബീച്ച് റോഡിലെ മാളൂട്ടി വളവിലാണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന തളിക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ ഷാഹിദിനെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്നയുടനെ ഇരുവരെയും ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും റിസാലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് വാഹനം പുഴയിലേക്ക് മറിഞ്ഞത്. ഇന്നുച്ചയോടെയാണ് സംഭവം. ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗ സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. നഗരസഭാ ചെയർമാനായ PN സുരേന്ദ്രൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ പെട്ടെന്ന് അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ തൊട്ടു മുന്നിലുള്ള പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഈ വാഹനത്തിന്റെ മുന്നിൽ അതേസമയം ആളുകളൊന്നും നിൽക്കാതിരുന്നത് വലിയ ഒരു അപകടം ഒഴിവാക്കി. കരയിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും മറ്റാളുകളും ചേർന്ന് പുഴയിലേക്ക് പെട്ടെന്നിറങ്ങി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വടം കെട്ടിയിട്ട് ക്രെയിന്റെ സഹായത്തോടെ വാഹനം കരക്കെത്തിക്കുകയായിരുന്നു. ബിജുവിന്റെ കരവിരുതിൽ ഈർക്കിലി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃക ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച മാതൃകാരൂപം ഭക്തർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ദേവസ്വം തീരുമാനിച്ചു.
കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജുവാണ് 6 അടി നീളത്തിലും 4 അടി വീതിയിലുമായി ഈർക്കിലിയിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃക നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തതിനാൽ കേട്ടറിവിന്റെ ബലത്തിലാണ് അകത്തളങ്ങൾ മനോഹരമാക്കിയത്. സിമന്റ് പണിക്കാരനായ ബിജു ജോലി കഴിഞ്ഞെത്തിയാൽ 1 മണിക്കൂർ നിർമ്മാണത്തിനായി നീക്കിവെക്കും. ഇങ്ങനെ 10 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ വാഹനത്തിലാണ് മാതൃകാരൂപം ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തിച്ചത്. ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് മുൻപിൽ നടന്ന സമർപ്പണ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, ക്ഷേത്രം മാനേജർ CR ലജുമോൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വാർണിഷ് അടിച്ച് മനോഹരമാക്കിയ ക്ഷേത്ര മാതൃക ഭക്തർക്ക് കാണാനും ഫോട്ടോ എടുക്കാനുമായി വൈകുന്നേരം വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചു. ഇത് ചില്ലുകൂട്ടിലാക്കി ക്ഷേത്രത്തിനകത്ത് പ്രദർശിപ്പിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുതുക്കാട്ടെ ട്രെയിൻ യാത്രക്കാർ സൂചനാ സമരം നടത്തി. പുതുക്കാട് മണ്ഡലത്തിലെ യാത്രക്കാർക്ക് പുറമെ ചേർപ്പ്, മാപ്രാണം മേഖലയിലെ യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ട്രെയിനിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും തൃശൂർ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും നിവേദനം നൽകിയിട്ടും സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഇനിയും സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് അസോസിയേഷൻ തീരുമാനം. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. PG മോഹനൻ, വർഗീസ് തെക്കേതല, അരുൺ ലോഹിതാക്ഷൻ, V വിജിൻ വേണു, പ്രദീപ്, സൈജൻ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേഷനിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക, 2ാം പ്ലാറ്റ്ഫോം നീളം വർദ്ധിപ്പിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ആവശ്യവും യാത്രക്കാർ ഉന്നയിച്ചു. LDF കൊടകര പഞ്ചായത്ത് വികസന സെമിനാർ CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് അധ്യക്ഷത വഹിച്ചു. LDF പഞ്ചായത്ത് കൺവീനർ PR പ്രസാദൻ കരട് അവതരിപ്പിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം KV സുരേന്ദ്രൻ സ്വാഗതവും NCP മണ്ഡലം പ്രസിഡന്റ് PS വിജയൻ നന്ദിയും രേഖപ്പെടുത്തി. LDF നേതാക്കളായ KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ, പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, TC പോളി, CK ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 15 രൂപ കൂടി. ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടൻ, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ മികച്ച നടി. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. ബിജുവിന്റെ കരവിരുതിൽ ഈർക്കിലി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃക ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. LDF കൊടകര പഞ്ചായത്ത് വികസന സെമിനാർ CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും.
തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.